എൻ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാടിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാടിടും ഞാനവനിൽ. ചൊല്ലുപാടാ ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയാതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയാതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. ചൊല്ല് പറഞ്ഞേ, എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ളാതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളാതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയാതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയാതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. തിരുക്കരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുതേടും ഞാൻ അവൻ. വർണ്ണിച്ചേ, തിരുക്കരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുതേടും ഞാൻ അവൻ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്നാശ്ചര്യമേ. പകൽക്കാലം ആ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവർ ചേർന്ന് ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയാതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയാതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തും പ്രിയൻ തൻ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുവനേ. ഉള്ളം കലങ്ങുന്ന നേരത്തും പ്രിയൻ തൻ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുവനേ. ഉള്ളക്കാരത്തിൽ വരച്ചവനൂർമിക്കതീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളക്കാരത്തിൽ വരച്ചവനൂർമിക്കതീശൻ താൻ അവന്റെ ആശ്വാസകൻ. അടികൂടാതെ ജീവിതയാത്രയാതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും. സന്തോഷത്തോടെ ചേർന്ന് ശബ്ദം ഉയർത്തി ശകലതരവനതരവേ. ഹല്ലേലൂയ, എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. മാറും മാനുജരെല്ലാം മഹിതലമടുത്തി ജ്വാലക്കിരയാൽ മാറുകിലും. മാറും മാനുജരെല്ലാം മഹിതലമടുത്തി ജ്വാലക്കിരയാൽ മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാണാസന്നമായി. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാണാസന്നമായി. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയാതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ആമേൻ, ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയാതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും. ചേർന്നവരിൽ ആശ്രയിക്കുന്നവർ പറഞ്ഞേ, എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതം
നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നാം പാടിയ വരികളിലെല്ലാം പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ പറയാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞേ. എനിക്ക് എല്ലാ കാലത്തും ആശ്രയം വെക്കുവാൻ എൻ്റെ കർത്താവുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്കെവിടെയും സഹായം ലഭ്യമായില്ലെങ്കിലും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് എനിക്ക് സഹായം ലഭ്യമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ തട്ടിയോ കരങ്ങൾ ഉയർത്തിയോ ആ നല്ല ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എന്നെ കരുതുന്ന, എന്നെ പുലർത്തുന്ന, പരിധികളില്ലാതെ എന്നെ സഹായിക്കാമെന്ന് വാക്കു പറഞ്ഞ ദൈവത്തിന്റെ മുൻപാകെ ഞാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കുവാനല്ല, ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം സന്തോഷിക്കുന്ന ആരാധനയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരിക്കൽ കൂടിയ കരങ്ങൾ തട്ടി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിന്റെ 7-8 വാക്യങ്ങൾ ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പാ, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഒരു സംശയത്തിന്റെ ഒരു ചോദ്യം. ഇത് ചോദിച്ചു കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന അബ്രഹാമിന്റെ ഉള്ളിലുള്ള ആ വിചാരം എന്തായിരിക്കും? പകച്ചു പോകുന്ന വിധത്തിലുള്ള ഒരു ചോദ്യം, അതൊരു സംശയത്തിന്റെ ചോദ്യമാണ് ഇസ്ഹാക്ക് ചോദിച്ചത്. എന്നാൽ അവിടെ ഉറപ്പുള്ള വിശ്വാസത്തിന്റെ ഒരു വാക്ക് അബ്രഹാം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. അതിന്റെ അർത്ഥം ഇതാണ്, കർത്താവ് കരുതിക്കൊള്ളും.
ഇവിടെ നമുക്ക് രണ്ട് കാര്യം ശ്രദ്ധിക്കാം. ഒന്ന്, സംശയത്തിന്റെ ഒരു ചോദ്യം, എന്നാൽ മറുഭാഗത്ത് ഉറപ്പുള്ളൊരു വിശ്വാസം. ഇന്ന് പകൽക്കാലം ഇങ്ങനെയുള്ള ഒരു അനുഭവം നമ്മെ ഭരിക്കട്ടെ. ജീവിതത്തിന്റെ മുൻപിൽ പലപ്പോഴും സംശയമായിരിക്കും, എല്ലാം തെളിഞ്ഞു വരാത്ത വിധമുള്ള സംശയത്തിന്റെ ചോദ്യ ചിഹ്നങ്ങളായിരിക്കും മുൻപിലുള്ളത്. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പൈതൽ പറയണം, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ എല്ലാ കാലത്തും ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലുള്ളത് ഉറപ്പുള്ളൊരു വിശ്വാസമാണ്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി എന്നെ ഭരിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽക്കാലം അതൊന്ന് ഏറ്റെടുക്കാൻ സാധിക്കുന്നവരെങ്കിൽ പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ ഉറപ്പുള്ളൊരു വിശ്വാസമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉറപ്പുള്ളൊരു വിശ്വാസമുണ്ട്. അത് മറ്റൊന്നുമല്ല, എൻ്റെ കർത്താവ് എന്നെ കരുതുമെന്നുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കരങ്ങളെല്ലാം ഉയർത്തി എന്ന് പറഞ്ഞേ, കർത്താവേ, ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ചോദ്യചിഹ്നങ്ങളും സംശയത്തിന്റെ നിഴലുമായിരിക്കാം ജീവിതത്തിന്റെ മുൻപിലുള്ളത്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഭരിക്കുന്നത് ഉറപ്പുള്ളൊരു വിശ്വാസം, ഉറപ്പുള്ളൊരു വിശ്വാസം. ഹല്ലേലൂയ. മനോഹരമായ വരികൾ എഴുതിയ ഒരു ഭക്തനുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിക്ത അനുഭവങ്ങൾ വന്നപ്പോഴും, ഒരുപാട് തകർച്ചകൾ വന്നപ്പോഴും, ഒരുപാട് വേദനകൾ വന്നപ്പോഴും ആ മനുഷ്യൻ ഇങ്ങനെ ചില വരികൾ എഴുതി. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ, ഒരു നാളും നീ പിരിയാതെ തന്നെ കരുതുന്നു കൺമണി പോലെ. ഇതെഴുതിയ മറ്റാരുമല്ല, ചാൾസ് ജോൺ എന്ന് പറഞ്ഞൊരു കർത്തൃദാസനാണ്. ഒരുപാട് പ്രയാസങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു, ഒരുപാട് വേദനകൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷെ താൻ വിശ്വാസത്തിൻ്റെ ആ വാക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചു, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ 121 സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വിശ്വസിക്കുന്ന ദൈവ പൈതങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഏറ്റെടുത്തുകൊണ്ട് നാവ് തുറന്നതരം ചലിപ്പിച്ച് പറഞ്ഞ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച കർത്താവിന്റെ കരങ്ങളിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ പറഞ്ഞ്, ഖെരീത്ത് തോട്ടിൽ ഏലിയാവിനെ കരുതിയ ദൈവം, ഹാഗാറിനെ കരുതിയ ദൈവം, ആ ദൈവം എനിക്ക് വേണ്ടിയും കരുതുവാൻ സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന കരങ്ങളെല്ലാം ഉയർത്തി ആ കണ്ണുകളെല്ലാം ഒന്നടച്ച് ഇങ്ങനെ പറഞ്ഞേ, യഹോവ ഈരേ, യഹോവ ഈരേ, എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം. നമുക്ക് ചേർന്നൊന്ന് പാടി മഹത്വപ്പെടുത്താം. ജീവിതത്തിന്റെ അനുഭവത്തിൽ പ്രയാസത്തോടെ പ്രതികൂലത്തിൽ ആയിരിക്കുന്നെങ്കിൽ, ചോദ്യചിഹ്നമേ ആരെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിപ്പുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു. അവൻ തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അത്രേ. വിശ്വാസത്തിന്റെ പരിശോധന അശേഷം സന്തോഷം എന്ന് എണ്ണി വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. ഒന്ന് ചേർന്ന് പാടി കർത്താവിന്റെ മഹത്വപ്പെടും. എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണ്. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചില നന്മകളെ കരുതി വെച്ചിട്ടുണ്ടെന്നും അത് തക്ക സമയത്ത് എനിക്ക് വേണ്ടി തരുമെന്നും വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ചേർന്ന് വിശ്വാസത്തോടെ, അവിശ്വസ്തത വേണ്ട, അവിശ്വാസം വേണ്ട, വിശ്വാസത്തോടെ ചുവടുകൾ വെക്കുന്നവർ ചേർന്ന് പാടിയാണ്. എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന് മേൽ ഇരിക്കുമെന്ന് ഭക്തൻ പറഞ്ഞ പോലെ ഇന്ന് പകൽക്കാലം ചേർന്ന് പറഞ്ഞേ, കർത്താവേ, അങ്ങ് മാത്രം മതി, അങ്ങനെ വലിയ സാന്നിധ്യം മാത്രം മതി. ചേർന്ന് പറയുന്നവർ, നീ മാത്രം മതി, 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 എനിക്ക് നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി, എനിക്ക്. ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ ഒന്ന് മുറുകെ പിടിച്ചോട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ മറ്റൊന്നിലും ആശ്രയിക്കാതെ ആ പാടിയുടെ എല്ലാ കാലത്തും എനിക്ക് ആശ്രയം വെക്കുവാൻ ഒരു കർത്താവ് എനിക്കുണ്ട്. കാരണം പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു നല്ല ദൈവമുണ്ട്. കാരണം ഞാൻ വെളിപ്പെടുത്താം, ദൈവം തൻ്റെ ഉള്ളം കരത്തിൽ നമ്മെ വരച്ചിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മെ വിട്ടു മാറാത്തതാണ്.
ഹൃദയത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, വേദനകളുണ്ടെങ്കിൽ, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത നല്ല ദൈവത്തിന്റെ മുൻപാകെയാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അതുകൊണ്ട് ഹൃദയം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ, പ്രിയ കർത്തൃദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമുക്കും ചേർന്ന് നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവം